നേരായ പാതയിൽ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുക എന്ന വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു കാണിച്ചു തന്ന നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നത്. ഈ യാത്രയിൽ നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളും ഉണ്ടാകാം. എന്നാൽ ഒരു പർവ്വതം പോലെ ദൃഢനിശ്ചയത്തോടെ ഈ പാതയിൽ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ 6-ാം വചനത്തിൽ പറയുന്നു, ഞങ്ങളെ നീ നേരായ പാതയിലേക്ക് വഴി നടത്തണമേ എന്ന്. ഓരോ നമസ്കാരത്തിലും നാം ആവർത്തിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം നേരായ പാതയിൽ നിലനിൽക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖിൽ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. ഈ പാതയിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യേണ്ടതുണ്ട്. എന്താണ് നേരായ പാത? അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന തൗഹീദിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും സന്മാർഗമാണത്. ഈ പാതയിൽ മുന്നോട്ടു പോകുമ്പോൾ നിരവധി പ്രലോഭനങ്ങളും ദുശ്ചിന്തകളും പിശാചിൻ്റെ കുതന്ത്രങ്ങളും നേരിടേണ്ടി വരും. ഈ സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി എങ്ങനെ നിലകൊള്ളണമെന്ന് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്ത് തൗബയിലെ 119-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരോടൊപ്പമായിരിക്കുകയും ചെയ്യുക എന്ന്. ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നേരായ പാതയിൽ മുന്നോട്ടു പോകാൻ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധരായ ആളുകളുമായി സഹവസിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാണ്. നല്ല സുഹൃത്തുക്കൾ നമ്മെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും തെറ്റായ വഴികളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷയുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം എന്നാണ്. നേരായ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ മറ്റുള്ളവരോട് ദയയോടും സ്നേഹത്തോടും കൂടി പെരുമാറുകയും അവരുടെ അവകാശങ്ങൾ മാനിക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കാണുകയാണെങ്കിൽ അവൻ അത് അവൻ്റെ കൈകൊണ്ട് തടയട്ടെ. അതിന് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് ഉപദേശിക്കട്ടെ. അതിനും സാധിച്ചില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. ഇത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. ഈ ഹദീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ് എന്നാണ്. നമ്മുടെ കഴിവിനനുസരിച്ച് തിന്മയെ എതിർക്കുകയും നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നേരായ പാതയിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കും. ഒരു പർവ്വതം പോലെ ഉറപ്പിച്ചു നിൽക്കുക എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും എത്ര പ്രലോഭനങ്ങൾ നമ്മെ വലിച്ചിട്ടാലും നമ്മുടെ വിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിൽ നാം സ്ഥിരതയോടെ നിലനിൽക്കണമെന്നാണ്. ക്ഷമയും സഹനവും ഈ യാത്രയിൽ നമുക്ക് അനിവാര്യ ഘട്ടങ്ങളാണ്. വിശുദ്ധ ഖുർആൻ സൂറ ആലു ഇമ്രാനിൽ 200-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, വിശ്വസിച്ചവരെ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും തയ്യാറെടുപ്പോടെ ഇരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അള്ളാഹു കാണിച്ചു തന്ന ഈ നേരായ പാതയിൽ ഒരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിശ്വാസത്തെയും സൽക്കർമ്മങ്ങളെയും സംരക്ഷിക്കുക. തിന്മകളെ അകറ്റി നിർത്തുക. നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുക. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.